ഏറ്റവും തമാശ ബൽറാം പറഞ്ഞു തുടങ്ങിയത് കെ സുധാകരൻ പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ലൈഫിലേക്ക് പോകുന്ന നോക്കാനില്ല എന്ന രീതിയിലായിരുന്നു സുധാകരന്റെ പോക്ക്, അല്ലേ? പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. സുധാകരൻ പിടിവാശി പിടിക്കുന്നു, സുധാകരന് MP സ്ഥാനം പോരെ, സുധാകരൻ നാട്ടിലേക്ക് വരും എന്ന് നമുക്ക് ഉറപ്പായും ചോദിക്കേണ്ടതുമാണ്. സുധാകരൻ ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നതിൽ പിഴവെന്താണ്? ഈ നാട്ടിൽ സ്ഥാനമോഹികൾ അല്ലാത്തവരാണ് എല്ലാവരും. ആർക്കും പാർലമെന്ററി മോഹം ഇല്ലാത്തവരാണ്. പോട്ടെ, ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാനമായി എന്താണ് ഒരിക്കൽ മന്ത്രിയായിട്ടുള്ള ആളാണ്. അതായത് ഇതിനകത്തിപ്പോ ഈ അടിക്കടി ഇലക്ഷൻ വന്ന് ആളുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ക്ഷീണം വന്നു തുടങ്ങിയ കാലത്ത് ആ MP സ്ഥാനം അതേ ഒഴിയും, ജയിച്ചു കഴിഞ്ഞാൽ ഒഴിയുമ്പോ തീർച്ചയായിട്ടും 6 മാസം അവിടെ നടക്കും. അപ്പൊ ഈ ആളുകൾക്ക് ഇതേ ഉള്ള പണി. അത് ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഇത് കേരള ചരിത്രത്തിൽ ആദ്യം സംഭവിക്കുന്നതല്ല. ഇത് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ ജയിച്ച MP മുഴുവൻ നിയമസഭയിലേക്ക് കയറാം എന്ന് തീരുമാനിക്കുന്ന ആദ്യമാണെന്നാ തോന്നുന്നു. അല്ല ഞാൻ പറഞ്ഞത് എല്ലാ MP പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യം. ആ സാഹചര്യം 9ഓളം MP ഇത്തവണ ഇത് റെഡിയായിരുന്നു. ഷാഫി പറമ്പിൽ റെഡിയായിരുന്നു, ബെന്നി ബെഹനാൻ റെഡിയായിരുന്നു. ഇതൊരു കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ സമ്മർദ്ദത്തിനൊടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് നയപരമായ ഒരു തീരുമാനമാണ്. ഇതൊരു പോളിസി മാറ്റർ ആണെന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. VD സതീശനോട് ചോദിക്കുന്നത് അപ്പൊ ഇതൊരു പോളിസി മാറ്റർ ആണ്. MP MLA സ്ഥാനത്തേക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണമോ വേണ്ടയോ? കോൺഗ്രസ് പോലെ ഇപ്പൊ എന്താ പറഞ്ഞത്, ഇത് CPM പോലെ ഒരു കേരള പാർട്ടി അല്ല, ഇത് ദേശീയ പാർട്ടിയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിക്ക് ഒരു MP നിലനിൽക്കെ അവിടെ അത് രാജിവെച്ച് ആ പദവി ഒഴിഞ്ഞിട്ട് ഇവിടെ MLA ആകണമോ എന്ന കാര്യം നയപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. നയപരമായ ശരി, സമ്മതിച്ചു. കോൺഗ്രസിനെ നയിക്കുന്നത് തരുൺ ഗൊഗോയ് ലോക്സഭാംഗമാണ്. ദിലീപ് ഇവിടെ ക്ലെയിം കൂടുതലാണ്. അടൂർ പ്രകാശിന് വേണ്ടി സീറ്റ് ചോദിച്ചാൽ ശിവഗിരി മഠമുണ്ട്. നയപരമായി എടുക്കേണ്ട തീരുമാനമാണെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ശിവഗിരി മഠവും SNDP NSSഉം സ്ഥാനാർത്ഥികളെ തേടാറുണ്ട്. അത് കേരളത്തിന് സാമൂഹിക സാഹചര്യമാണ്. ശരിയാ, പക്ഷേ ഈ പാർട്ടിയിൽ അതിന് വഴങ്ങേണ്ട ആളാണോ? അത് മാത്രമല്ല, ഇവിടെ പേര് പറഞ്ഞ് ഇന്ന ആളുകളെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു മത സംവിധാനം വരിക എന്ന് പറഞ്ഞാൽ അതൊരു മതേതര കേരളത്തിനൊട്ടും അല്ല. ഇവിടെ അല്ല ഹാഷ്മി, നമുക്ക് വെറുതെ പറയാന്നുള്ളൂ. മതം നോക്കിയാ ഞാൻ പറയുന്നു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന മതം നോക്കിയാണ്, ജാതി നോക്കിയാണ്. തർക്കമില്ല. നമ്മൾ മതേതരം ചുമ്മാ പറയുന്നത്. ഹാഷ്മി പറഞ്ഞതുപോലെ സുധാകരൻ എന്തുകൊണ്ട് ഒരു ചാൻസ് കൂടി കൊടുത്തൂടെ? ന്യായമായ ചോദ്യമാണത്. ഇവിടെ കോൺഗ്രസ് ഒരു ടെൻഷനുമില്ല. ഇവിടെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സുധാകരനെ സംബന്ധിച്ചിടത്തോളം, ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ബസ്സാണ്. ഭരണം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇനി ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുധാകരന് കളത്തിലിറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സാഹചര്യത്തെ സുധാകരനെ അനുകൂലമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, ചാൻസ് കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അത് തോന്നേണ്ടത് ആർക്കാണെന്നേ, അതാണ് പ്രശ്നം. ഇവിടെ ഒരാൾ രാവിലെ പടപ്പുറപ്പത ബൽറാം പറഞ്ഞതുപോലെ പൊട്ടിത്തെറിക്കാനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പം CPIമിലേക്ക് വരൂ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മത്സരിക്കേണ്ടെന്ന തീരുമാനം വരുമ്പോൾ പിണറായി വിജയന് മറ്റൊരു ഇളവ് കൊടുക്കുന്നു. അത് ആരാണ് തീരുമാനിക്കുന്നത്? അതെവിടെയും പ്രശ്നമുണ്ടാകും. അതായത് കെ സുധാകരൻ, ഇപ്പൊ ഞാൻ കെ സുധാകരൻ അസിത പറഞ്ഞ ശരിയാണ്, ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. കെ സുധാകരൻ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല. അവർക്ക് ഇപ്പൊ അദ്ദേഹത്തിനൊരു ഇത് പറയാം, ഞാൻ പറയുന്ന ആളുകൾക്ക് അവിടെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിന് വെക്കാം. ലാസ്റ്റ് ബസ്സാണ് കെ സുധാകരൻ. കെ സുധാകരനും പിണറായി വിജയനും ഒക്കെ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ. അവർ ഏതാണ്ട് ഒരു സമപ്രായക്കാരായിരിക്കാം. ഈ മെയ് മാസം 24-ാം തീയതി ആകുമ്പോൾ പിണറായി വിജയൻ 81 വയസ്സാവുകയാണ്. 82 വയസ്സ് ഒരു മാസം കൂടി കഴിയുമ്പോഴാകും ആർക്ക്? കടന്നപ്പള്ളിക്ക്. അപ്പൊ അങ്ങനെ ഈ ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല, ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഈ മത്സര രംഗത്ത് നിൽക്കുന്ന പല നേതാക്കളും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.